ഹിന്ദു മതസ്ഥർ ആരാധിക്കുന്ന സീതാദേവിയുടെ പര്യായമാണ് ജാനകി. അവർ ഒരു ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നു. അങ്ങനെ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്ന ഒരു സ്ത്രീക്ക് ഒരിക്കലും ജാനകി എന്ന പേരിടാൻ പാടില്ല എന്ന് യാതൊരു വിധത്തിലുള്ള എന്താ പറയേണ്ടത് ഇൻഹിബിഷനും ഇല്ലാതെ ഈ അഫിഡവിറ്റിൽ CBFC പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? അവർക്ക് വേണ്ടി ഹാജരാകുന്നത് ഇതര മതസ്ഥനായ ഒരു വക്കീലാണ്. അപ്പോൾ വളരെ അധികം എംബാരസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഈ വക്കീൽ അവരോട് ചോദിക്കുന്നു. ഇത് കമ്മ്യൂണലായിട്ടുള്ള സ്പർദ്ധ, ഡിസാർമണി ഉണ്ടാക്കും. ഏത് സമയത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് തരത്തിലുള്ള സെൻസിബിലിറ്റിയാണ് ഈ CBFC പ്രകടിപ്പിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ CBFCയോടുള്ള എല്ലാ ബഹുമാനത്തോടു കൂടി ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ഇന്ന് നമ്മളുടെ കേസ് വാദിച്ച ഹാരിസ് ബീരാന് നാളെ ജാനകി എന്നൊരു കക്ഷിയുടെ കേസെടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു നിയമനിർമ്മാണം നമ്മൾ നടത്തേണ്ടി വരുമോ? ഒരു ജാനകി, അതിക്രമത്തിനെതിരായ ഒരു ജാനകി അദ്ദേഹത്തെ സമീപിക്കുകയാണെങ്കിൽ ഹാരിസ് ബീരാൻ ആ കേസ് നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ കോടതി കേസ് നടത്തുമ്പോൾ ഇനിയും ഇത് നിങ്ങൾ തിരിച്ചിതിൻ്റെ യുക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ജാനകിക്ക് വേണ്ടി ഹാജരാകുന്ന ഒരു ഹിന്ദു ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലേ? ഈ ചോദ്യങ്ങൾ ചോദിക്കാവോ? അപ്പം എന്ത് തരത്തിലുള്ള സെൻസിബിലിറ്റിയാണ് ഇവർ റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഈ ചോദ്യം നമ്മൾ പൊതുസമൂഹം ഉയർത്തേണ്ട ഒരു ചോദ്യമാണ്. ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെയധികം ഓട്ടോണമസ് എന്ന് നമ്മൾ കരുതുന്ന ഒരു ബോഡിയാണ് CBFC എന്നുള്ളത്. അത് ഒരു മറയില്ലാതെ പ്രത്യയശാസ്ത്രപരമായ ഒരു നിലപാടെടുത്തിരിക്കുക അതിനകത്ത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വളരെ പ്രത്യയശാസ്ത്രപരമായ ഒരു നിലപാടെടുത്തിരിക്കുക. ആ നിലപാടിനെ തീർച്ചയായിട്ടും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല.